എന്താണോ വിശേഷം? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഫാമിലി 25K എത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. Congratulations to you. Congratulations to you. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ മെമ്പേഴ്സ് ഇങ്ങനെ കൂടി വന്ന് ഇപ്പോൾ 25K ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ലവിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ ആ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് 25Kയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 24 ആയിട്ട് ഇങ്ങനെ പിന്നെ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നീങ്ങി ഇന്നലെ വൈകുന്നേരം നമ്മൾ 25Kയിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു താങ്ക്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വീഡിയോ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ക്വാർട്ടേഴ്സിൽ തന്നെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഓരോ ലഡുവെങ്കിലും നമുക്കൊന്ന് എത്തിക്കണം. അവർക്കൊരു എന്തെങ്കിലും ഒരു കൊച്ചു മധുരം കൊടുക്കണമെന്ന് ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടന് വീട്ട് ലഡു വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ എന്താ അവിടെ 2 പാക്കറ്റ് ലഡു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവരുടെയും വീടുകളിൽ കൊണ്ടുപോയി ഒന്ന് കൊടുക്കണം. പിന്നെ നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ ഇന്ന് 5 പറഞ്ഞിരിക്കുന്നത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ നമുക്കൊന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ചേട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ലഡു. ഈ ലഡുവാണ് നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും 5 കൂടിയാണ് പോകുന്നത്. ചേട്ടൻ കളിക്കാൻ പോകുന്ന തിരക്കിലാണ്. ചേട്ടന് ഈവനിങ്ങിൽ ബാഡ്മിൻ്റൺ കളിയുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ പോകുള്ളൂ. അപ്പോൾ ഹോട്ടലിൽ പോകുന്നതിന് മുൻപായിട്ട് കേക്ക് കട്ടിങ് നടത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ലഡു കൊണ്ടുപോയി കൊടുത്തിട്ട് വേഗം വരും. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പാക്കറ്റ് ലഡു. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് തുറന്ന് അപ്പോൾ ഞാനും 5 കൂടെ ഇതുമായിട്ട് പോകണം. ഒരു പാക്കറ്റ് 5 പിടിക്കും അല്ല 5? യെസ്. ഒരു പാക്കറ്റ് 5 പിടിച്ചോളും, ഒരു പാക്കറ്റ് ഞാൻ പിടിക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നണം. കാരണം നിങ്ങൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പല ദിവസങ്ങളിൽ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ട്, ഒത്തിരി ഗ്യാപ്പ് വരുത്താറുണ്ട്. പിന്നെ ബൈബിളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോഴായാലും എനിക്ക് സ്കൂളിലെ വർക്കൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ചിലപ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും സ്കൂളിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ എന്നൊന്നും വീഡിയോ ഇടാൻ പറ്റാറില്ല. എന്നാലും ഞാൻ വീഡിയോ ഇടുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരോടും താങ്ക്സ് പറയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ എന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നും കൂടെ ഉണ്ടാവണം. എന്നും എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയി ലഡു കൊടുക്കാൻ പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. എന്താണോ വിശേഷം? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഫാമിലി 25K എത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ അതാ ഷാരി സാറും സുഷ ടീച്ചറും എല്ലാവരുടെയും പിന്നെ ചേട്ടൻ പറഞ്ഞു ആദ്യം എല്ലാവർക്കും വേണ്ടിട്ട് കളിക്കാൻ പോകുന്നു. അതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കഴിച്ചില്ലേ. കേക്ക് കട്ടിങ് ഉണ്ട്. എല്ലാവരും കേക്ക് കട്ടിങ് മീൻസ് താങ്ക് യു അഞ്ജലി. എന്തോ 25K ആണോ? താങ്ക് യു. ബിപിൻ സാർ ഇതാ കളിക്കാൻ പോണ തിരക്കിലാണ്. അപ്പോൾ ബിപിൻ സാർ വഴിയിൽ വെച്ചു. അപ്പോൾ അതാ ചേട്ടൻ കളിയൊക്കെ കഴിഞ്ഞ് എത്തി. അപ്പോൾ ഞങ്ങൾ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എന്താ കേക്ക് കട്ട് ചെയ്യണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനായിട്ട് നമ്മുടെ ഇന്നത്തെ കേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ ചേട്ടാ? Congratulations to you. Congratulations to you. Congratulations to dear mummy. Congratulations to you.
കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു Congratulations. അഞ്ജുനും ചേട്ടനൊക്കെ താങ്ക് യു. കുഞ്ഞു പീസ് മതിയേ, പകുതി മതി. അത്ര വേണ്ട, അഞ്ജലി കേട്ടോ ഇത്. ഓക്കെ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു ചേട്ടനുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സൂപ്പർ കേക്ക്. ഇതും ഫ്ലേവർ ബട്ടർ സ്കോച്ചോ? ബട്ടർ സ്കോച്ച്. അപ്പൊ ഇനി ചേട്ടന് ഈ അഞ്ജുന്. അഞ്ജു താങ്ക് യു. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വിട്ടായിരുന്നത്, ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വിട്ടായിരുന്നത് വാൻജോ കേക്ക് വാങ്ങിക്കാനായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്കൂടെ ബസ്റ്റിയിൽ കിട്ടില്ല. ആണോ? ആ, തലേദിവസം ഓർഡർ കൊടുത്ത് കിട്ടുമായിരുന്നോ? ഓൺ ദ സ്പോട്ട് കിട്ടിയ കേക്ക് ആണോ? അപ്പൊ ഇത് ബട്ടർ സ്കോച്ച് ആണ്, പക്ഷെ നല്ല ടേസ്റ്റി ഉണ്ടോ? അത് ഞാൻ പറയാൻ വന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനൊരു സെലിബ്രേഷനെ പറ്റി ചിന്തിച്ചത് തന്നെ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ എന്തായാലും നല്ല അടിപൊളി സൂപ്പറാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എവിടേക്ക് പോകണം അഞ്ജു? ഹോട്ടലിൽ പോവാണ് ഫുഡ് കഴിക്കാൻ. അഞ്ജുവിന് മെയിൻ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണോ? അപ്പോൾ അഞ്ജുവിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അഞ്ജുവിൻ്റെ ആഗ്രഹത്തിനായിട്ട് ഞങ്ങളിന്ന് പോകണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിന്ന് ആൽവിനെ കുറേ മിസ് ചെയ്യണം. ആൽവിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മുടെ സെലിബ്രേഷൻ. ആൽവിൻ എന്തെങ്കിലുമൊക്കെ ആക്കി അതിന് ആ, ഇതിപ്പോ ആൽവിൻ ഇല്ലാത്തോണ്ട് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ല. കൺഗ്രാജുലേഷന് ഫ്ലവർ ഉണ്ടോ? താങ്ക് യു. അപ്പൊ നമുക്കിനി ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഹോട്ടലിലേക്ക് പോയി. ഇന്ന് നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞാൻ എന്താ ഇവര് രണ്ടുപേരും സ്വെറ്ററൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ എന്താ ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. അഞ്ചു നല്ല അടിപൊളി സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ചെറുതായിട്ട് തണുക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ഒരു സ്വെറ്റർ ഇട്ടിട്ട് സ്വെറ്റർ ഇടാണ്ട് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പടിച്ച് വല്ല പനിയും ജലദോഷമൊക്കെ വരാൻ അത് മതി. അപ്പൊ നമുക്ക് വേഗം ഹോട്ടലിലേക്ക്. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങള് പതിവായിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരുന്ന അതേ ഹോട്ടലിലേക്ക് തന്നെ കേട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഹോട്ടലിൽ മാറ്റി പിടിക്കാത്തത്, എവിടേക്ക് തന്നെ വരുന്നത്. അങ്ങനെയുള്ള വണ്ടിയൊക്കെ ഇതാ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇതാണ് ഉള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറകുവശത്ത് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞാനും അഞ്ചും കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പുറകിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതാ ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ എത്തിയതേ അഞ്ചു നമുക്ക് എന്താന്ന് വാങ്ങിക്കണ്ടേ, എന്താ ഓർഡർ കൊടുക്കണ്ടേന്ന് നോക്കാന്നും പറഞ്ഞ് അഞ്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് അഞ്ചുവിന്റെ ഇഷ്ടം എന്ത് ഐറ്റം വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞായിരുന്നു ഞാനും ചേട്ടനും. അപ്പൊ അതുകൊണ്ട് അഞ്ചുവിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ വെയിറ്റർ ചേട്ടൻ എന്താ വെള്ളം ഗ്ലാസ് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോംബെ പോയി വന്നപ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് ത്രോട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ സ്വരമില്ല. അതുപോലെ തന്നെ ചുമയും പിടിച്ചു, ജലദോഷം, കോൾഡ് ഫീവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിച്ചേക്കാണ് ഒരുമിച്ച്. പിന്നെ ഇവിടെ ഒരുവിധം നല്ല തണുപ്പുണ്ട്. കാര്യം ഞാൻ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും കുറഞ്ഞ് ഓക്കെ ആയി വരാൻ എന്തായാലും 3-4 ദിവസമെങ്കിലും മിനിമം എടുക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോട്. കാരണം ഒട്ടും തന്നെ വോയിസ് ഇല്ലാത്തൊരു ടൈമാണ് ഇപ്പോൾ. പിന്നെ ഞങ്ങൾ ചെന്ന് ഉടനെ തന്നെ സ്റ്റാർട്ടറിനുള്ള ഓർഡർ കൊടുത്തു കേട്ടോ. അപ്പം അത് നമ്മൾ ചിക്കൻ ലോലിപോപ്പ്, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അത് ഓർഡർ കൊടുക്കാതെ പറഞ്ഞാൽ അത് ഓർഡർ കൊടുത്തു. അപ്പം അതിൻ്റെ ഒപ്പം ഒരു സോസും പിന്നെ ഇത്തിരി മസാലയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ആ സോസൊക്കെ കൂട്ടി നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നാളെ നമ്മുടെ ന്യൂ ഇയർ ആണ്. ഈ വർഷം അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഇനി കുറച്ച് മണിക്കൂറുകളും കൂടി നമുക്ക് ബാക്കിയുള്ളൂ ഈ വർഷം അവസാനിക്കാൻ. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും നേരത്തെ തന്നെ വിഷ് ചെയ്യാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പോൾ നമ്മുടെ ഈ പുതിയ വർഷം നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ പരസ്പരം പ്രാർത്ഥനയിലൊക്കെ ഓർക്കാം. അപ്പോൾ എല്ലാവർക്കും വൺസ് മോർ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.
അപ്പം അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടറൊക്കെ ഞങ്ങൾ കഴിച്ചു. അത് ഫിനിഷ് ആയപ്പോഴേക്കും നമ്മുടെ മെയിൻ ഐറ്റംസുകൾ എത്തിക്കഴിഞ്ഞു. അപ്പം ഇന്ന് ഞങ്ങൾ ഓർഡർ കൊടുത്തിരുന്നത് തന്തൂരി റൊട്ടി, അതുപോലെ തന്നെ ബട്ടർ നാൻ, പിന്നെ അതിൻ്റെ ഒപ്പം ബട്ടർ ചിക്കൻ, പിന്നെ ഒരു ചെറിയ പ്ലേറ്റ് ജീര റൈസും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഇത്ര ഐറ്റംസൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം എന്താ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ 25K ആക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇന്ന് സീറ്റിൻ്റെ പുറകിലായിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അതുപോലെ ടീച്ചറുടെ മോളാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന, അപ്പോൾ അവരെ കണ്ട് അവർ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അവർ ആ ഒരു സെലിബ്രേഷനായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ചെറിയ 1-2 ക്ലിപ്പുകളൊക്കെ എടുത്തു. അതിനുശേഷം അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.